ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു കുക്ക് എലിറ്റ്സ് പാസ്ത. അതായത് ഇത് മൈ ഓൺ റെസിപ്പിയാണ്. സോ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാനായിട്ട് ഒരു പാൻ എടുക്കുക, അതിൽ 2-3 കപ്പ് വാട്ടർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാക്രോണി പാസ്ത അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാനൊരു 2-3 കപ്പ് തന്നെയാണ് പാസ്ത അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളത് കോണാണ്, വിച്ച് ഇസ് നോട്ട് എസെൻഷ്യൽ. പക്ഷേ ഇത് മൈ ഓൺ പാസ്ത ചെയ്തുകൊണ്ട് എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒപ്പം തന്നെ പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളത് ബോയിൽ ചെയ്യാൻ വെക്കുക. പിന്നെ ബോയിൽ ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ ഒരു 2-3 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഇതിലോട്ട് ക്യാരറ്റ്, ടൊമാറ്റോ, ഒനിയൻ, ഗാർലിക്, പിന്നെ ഗ്രീൻ ചില്ലി, ജിഞ്ചർ, പിന്നെ ചേർക്കേണ്ടതാണ് ക്യാപ്സിക്കം. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു ആഡ് ചെയ്യാനായിട്ട്. പിന്നെ ഇതൊക്കെ കട്ട് ഇൻ ടു സ്മോൾ പീസസ്. ടൊമാറ്റോയും വേറെ എന്തൊക്കെയും സ്ക്വയർ ഷേപ്പിലും വേറെ എന്തൊക്കെയും വെർട്ടിക്കൽ ഷേപ്പിലൊക്കെ ആയിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെജീസൊക്കെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ പാസ്ത കുക്കായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനതൊരു സ്ട്രെയിനറിലോട്ട് ഇതുപോലെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലും ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷനായിട്ട് വീണ്ടും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുക, സോസ് പാൻ വെക്കുക, എന്നിട്ട് ഈ കട്ട് ചെയ്തിട്ടുള്ള വെജീസൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറച്ച് നീളത്തിൽ, കുറച്ച് വട്ടത്തിൽ, കുറച്ച് ക്യൂബ് സൈസ്, അങ്ങനെ പല വിധമായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പാൻ ഹീറ്റായി കഴിഞ്ഞാൽ അതിനകത്ത് 3-4 ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാന്ന് തോന്നുന്നുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, കുക്കിംഗ് ഓയിൽ. അത് ചൂടാകുമ്പോൾ നമ്മൾ ഒനിയൻ, ക്യാരറ്റ്, ഗാർലിക്, പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള വെജീസിലെ എക്സെപ്റ്റ് നമ്മൾ കൊറിയാണ്ടർ ലീവ്സ്, ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ഇറ്റ് വെൽ. അങ്ങനെ ഇതിൽ മിക്സ് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ആ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജീസും ഇതിലോട്ട് പകർത്തിയിട്ടോ. കാരണം എനിക്ക് അതിനകത്ത് മിക്സ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി പാസ്തയും കൂടെ ഇട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ബർഗർ സോസാണ്, അതായത് ടൊമാറ്റോ സോസും മയോണൈസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സോസാണ്. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ വെജീസിലോട്ട് ആവശ്യത്തിനുള്ള സ്പൈസസ്, അതായത് സോൾട്ട്, പെപ്പർ പൗഡർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ ഗരം മസാല, ഒറിഗാനോ, അങ്ങനെ എന്തൊക്കെ കുറച്ച് മസാല ആഡ് ചെയ്യും. എൻ്റെ കയ്യിൽ അത് എനിക്ക് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ബർഗർ സോസ് ഉണ്ടല്ലോ, അതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതും കഴിഞ്ഞിട്ട് നമ്മൾ 3-4 ടേബിൾ സ്പൂൺ വാട്ടർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ബോയിൽ ചെയ്തെടുക്കുക. അങ്ങനെ ഈ ഒരു ടൈമിൽ നമ്മൾ ചീസ് സ്ലൈസ് ഇട്ട് കൊടുക്കാറായിട്ടുണ്ട്. നമുക്ക് 2-3 ചീസ് സ്ലൈസ് വരെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനൊരു 3 എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു ക്രീമി അതുപോലെ ചീസി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു 3 ചീസ് സ്ലൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്തയ്ക്ക് വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടും. ഈ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. ഇൻ റിയൽ പാസ്ത നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്നും ആഡ് ചെയ്യില്ലായിരിക്കാം, അവർക്ക് വേറൊരു രീതിയിലാണ്. ഇത് മൈ ഓൺ പാസ്ത ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ. ലാസ്റ്റായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത്, ഇതിപ്പോൾ വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ചീസ് സ്ലൈസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പാസ്തയുടെ ടെക്സ്ചർ കുറച്ച് മാറും, കുറച്ച് ക്രീമി അതുപോലെ തന്നെ ചീസി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ലാസ്റ്റ് നമ്മൾ കുക്ക് ചെയ്ത് ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സ്ട്രെയിനറിൽ, ആ ഒരു പാസ്ത ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പാസ്ത ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അറ്റ് ലാസ്റ്റ് കുറച്ച് ഫൈനൽ ടച്ചസും കൂടെ ഉള്ളൂ ഇത് തീരാനായിട്ട്. അത് ജസ്റ്റ് ലാസ്റ്റ് നമ്മുടെ ടൊമാറ്റോ സോസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര ഈസിയാണ് നമ്മുടെ ലിറ്റ്സ് പാസ്ത ഉണ്ടാക്കാനായിട്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി ഇറക്കിയപ്പോൾ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ ഇഫാ ചിക്കനൊക്കെ ട്രെൻഡായ പോലെ ലിറ്റ്സ് പാസ്ത ഇതുപോലെ ട്രെൻഡാവും എന്നുള്ളത്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ച് നോക്കിയപ്പോൾ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.